ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. വാപ്പ എത്ര നോക്കിയാലും കാണൂല നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ആ സൈസ് കുട്ടികളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം കാലഘട്ടം ഇവിടെയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നന്നാവുക, നമ്മുടെ മക്കൾ റെഡിയാവും. നമ്മൾ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ റെഡിയാകും, മക്കളും റെഡിയാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കുറെ സംരക്ഷിക്കാനുണ്ട്. നമ്മൾ പറച്ചില്ല മാത്രമല്ല, പക്ഷെ പുറമേ ഇല്ല എന്നുള്ള തെളിവെന്താ? ഈ വാത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സിനിമ കാണുകയാണെങ്കിൽ അപ്പോഴും ഇരിക്കും 1 മണിക്കൂർ. മോളെ ജ്യൂസ് കൊണ്ടുപോവാ, കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. കാരണം എന്താ? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പതിവ്രത നമ്മൾ എത്രത്തോളം കാത്ത് സംരക്ഷിക്കുന്നുള്ളതിനെ തെളിവാണ്. വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല, എന്നാ പിന്നെ ആ സീരിയലൂടെ കണ്ടിട്ട് ഈത്തിക്കാഫിന് നിയത്ത് വെച്ച് ഉറങ്ങാം. അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ ചിന്ത. അപ്പൊ നന്നാവലില്ല. വാത് കഴിഞ്ഞു ഇന്നിപ്പോ ദിവസവും ഇനിയിപ്പോ അടുത്ത കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക. എങ്ങനെ നമ്മൾ നന്നാവും? നമ്മുടെ ജീവിതം എങ്ങനെ നന്നാകാൻ? നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ തസിനൂ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഉറപ്പെടുത്തുകയാണ്, വ്യഭിചരിക്കരുത്. നിങ്ങൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസാഇകും മിൻ അജ്വാഫികും. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിന്റെ രതി സുഖമില്ലയോ, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ്. ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന് ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ഏർപ്പെടുമ്പോൾ അതിന്റെ ആസ്വാദ്യത കാണൂല. അത് അല്ലാഹു എടുത്തു കളയും. മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു, ഇപ്പൊ ആസ്വാദത വരുന്നില്ല. എന്താ കാരണം? നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോലത്തിൽ പോയി. നിന്റെ ശരീരത്തിന്റെ താല്പര്യമൊക്കെ അവരിലേക്കായി പോയി. അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലെ തന്നെ. അന്യപുരുഷന്മാരെ കണ്ടു, അവരുമായിട്ട് വലിയ താല്പര്യമൊക്കെയാണ് മനസ്സുകൊണ്ട്. അതുപോലെ ഫോൺ വിളി, അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതൊക്കെ ഇഷ്ടമെങ്കിൽ പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂല. സയ്യിദുനാ റസൂലുള്ളാഹി ഒക്കെ പഠിക്കേണ്ട പാടാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വ്യഭിചാരം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിന്റെ കൈകാലുകൾക്ക് വ്യഭിചാരമുണ്ട്. എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം. قال رسول الله صلى الله عليه وسلم العينان تزنيان فزناهما النظر واليدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, 2 കണ്ണുകൾക്ക് വിചാരമുണ്ട് സഹാബ. കണ്ണുകൊണ്ട് ഹറാം നോക്കലാണ്, ഹറാം കാണലാണ്. 2 കൈകൾക്ക് വിചാരമുണ്ട് സഹാബ. 2 കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കലാണ്. 2 കാലുകൾക്ക് വിചാരമുണ്ട് സഹാബ. ഹറാമായ സ്ഥലത്തേക്ക് കാലുമായി നടക്കലാ. കാലിന്റെ വിചാരമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖബറിൽ ഞാനൊരു കൂട്ടരെ കാണുകയാ. ആ കൂട്ടരതാ മോശപ്പെട്ട മാംസം തിന്നാൻ വിധിക്കപ്പെട്ടവരാണ്. ആരാണിവർ എന്ന് ചോദിച്ചപ്പോ ലഹും ഇംറാത്തുൻ ഹലാൽ വഖറജു താരിഖിഹിന്ന ഇലാ സാനിയാ. സ്വന്തമായി ഭാര്യമുണ്ടായിട്ട്, സാലിഹത്തുകളാകുന്ന പതിവ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട്, സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പാപിരത്തുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് കാമുകിമാരെ തേടിപ്പോകുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരെ ഇതാ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. മോശപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന മാംസം അവരുടെ തൊള്ളയിലേക്ക് നിർബന്ധപൂർവ്വം മലക്കുകൾ വെച്ചുകൊടുക്കുകയാണ്, അവരെ കൊണ്ട് വിഴുങ്ങിക്കുകയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അടുത്ത അത്ഭുതം, ഈ അത്ഭുതം കൂടെ പറഞ്ഞിട്ട് നിർത്തണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ തുർലഹു റൂസ്
رؤوسهم بالصخر كلما رضخت عادت إلى ما كانت. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഒരു കൂട്ടം ആളുകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ സഹബ, അവരെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയെന്നറിയുമോ? തുർലഹു റൂസുഹും ബിസ്സഖരി, പാറക്കല്ലെടുത്തുകൊണ്ട് തലയതാ സ്വന്തം കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയാണ്. സ്വന്തം കൈകൊണ്ട് തലയിടിച്ച് പൊട്ടിക്കുകയാണ്. അവരുടെ തല പൊട്ടി രക്തം ചീന്തി വാർന്നൊലിച്ച് അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. ഖബറിൽ ഒരു പ്രാവശ്യം ദുനിയാവിൽ വെച്ച് അല്ലാഹു മരിപ്പിച്ചതാണ്. ഖബറിൽ അതാ വീണ്ടും പുനർജീവിപ്പിച്ചിട്ട് അവരുടെ കയ്യിലേക്ക് പാറക്കല്ല് നൽകുകയാണ്. ആ പാറക്കല്ല് കൊണ്ട് തലയിൽ ഇടിക്കുകയാണ്. തല പൊട്ടിച്ചതരുകയാണ്. തലച്ചോറ് പുറത്തേക്ക് വരുകയാണ്. രക്തം ചീന്തുകയാണ്. മരണത്തോട് മല്ലടിക്കുകയാണ്. മരിച്ചു വീഴുകയാണ്. തല പൊട്ടിച്ചു നിറുമ്പോ വീണ്ടും അവരുടെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ നൽകുകയാണ്. വീണ്ടും അവർ പാറക്കല്ലെടുക്കുകയാണ്. വീണ്ടും തല പൊട്ടിക്കുകയാ. വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ ഇടിക്കുകയാണ്. യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ കൂട്ടരെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലേ الذين تتثاقلون رؤوسهم عن الصلاة حي على الصلاة حي على الفلاح. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കുലികൾ കർമ്മകുടത്തിലേക്ക് അലയൊലി കൊണ്ടിട്ട് പോലും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ കറങ്ങി നടക്കുന്നതായ ആളുകളില്ലയോ? അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാഹ്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തലഭാരമാക്കിയ ആളുകളില്ലയോ? നമസ്കരിക്കാത്തതാകുന്ന സമൂഹമേ, ഖബറിൽ നിനക്ക് നൽകുന്ന ശിക്ഷയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കരിക്കാതെ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നവൻ അല്ലദീന തതസാഖലൂന റൂസുഹും അനിസ്സലാ, നമസ്കാരത്തെ ഭാരമായി കണ്ടവർ. നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമസ്കാരം ശ്രദ്ധിക്കണം. നമസ്കാരം ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സലാസുൻ ലാ തുഖബലു മിൻഹും സ്വലാത്താ, മൂന്ന് കൂട്ടരിൽ നിന്ന് നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി, മൂന്ന് കൂട്ടരിൽ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. അതിലൊന്ന് അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധം. الذين يأتون إلى الصلاة إلى وقت آخر يأتي الصلاة إدبارا أي يأتيها بعد وقتها. നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സഹോദര, നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞുകൊണ്ടുവരുന്ന സഹോദരി. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, സുബഹി നമസ്കാരത്തെ ളുഹറിന്റെ മുമ്പ് കൊണ്ടുവന്ന് ഖുനൂത്ത് നിൽക്കുന്നവരില്ലയോ? രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ ആളുകളില്ലയോ? ഖുനൂത്ത് എപ്പോഴാ? ളുഹറിന് തൊട്ട് മുമ്പ് സുബഹിക്കരിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവരാരാണ്? നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ്. ളുഹറിനെ അസറിലേക്ക് പിന്തിപ്പിക്കുന്നവരെ, അസറിനെ മഗ്രിബിലേക്ക് പിന്തിപ്പിക്കുന്നവരെ
ഭിന്നിപ്പിക്കുന്നവരെ, കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ക്യാരംസ് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ? അവൻ 200 അടിച്ചാലും പൊന്നുമോനെ നിനക്ക് ശിക്ഷയാണ്, ശിക്ഷയാണ്. ഹബീബായ നബി തങ്ങളാണ് പറയുന്നത്, അല്ലദീന തതഫാഖറൂന റൂസുഹും അനിസ്സലാത്ത്. നമസ്കാരത്തെ ഭിന്നിപ്പിക്കുന്നവരെ, ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ ഭിന്നിപ്പിക്കുന്നവരെ, സീരിയല് കണ്ടുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവമ്മ, നിന്റെ ഇതാ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ കൈകളിലേക്ക് ഇതാ ഒരു കല്ലിനെ അല്ലാഹു നൽകുകയാണ്. ആ കല്ല് കൊണ്ട് നിന്നെ തലക്കടിക്കുകയാണ്, നിന്റെ തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. അല്ലാഹുവേ അല്ലാഹ് വീണ്ടും ആത്മാവിനെ നൽകുകയാണ്, വീണ്ടും പാറക്കല്ലെടുക്കുകയാണ്, വീണ്ടും തലയിലിരിക്കുകയാണ്, തലച്ചോറ് പൊട്ടി പുറത്തു വരുകയാണ്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള ശിക്ഷ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഭയങ്കര ശിക്ഷ. കബറി ചെല്ലുമ്പോൾ അവിടെ ചുമ്മാ കടക്കാന്നായിരിക്കും കരുതുന്നത്. വെറുതെ നിൽക്കാൻ പറ്റൂല, കുറെ പണിയുണ്ട് അവിടെ. നല്ലവരാണെങ്കിലും ഉണ്ട് അവിടെ, കൃഷി പരിപാടി, കുറെ പരിപാടികളുണ്ട്. അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഇത് നിർബന്ധിക്കുക. വിചാരികളെ കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിക്കുക. കാരണം നീ ദുന്യാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂരൊക്കെ പോയതല്ലേ, എന്നാ പിടിച്ചോ നല്ല മാംസം റാഹത്ത് കഴിക്കുക, ശരിക്കും കഴിക്കുക. ഇത് 50 ദിവസം പഴക്കമുള്ള ബീഫാണ്, കഴിക്കുക, നല്ല ദുർഗന്ധം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദുനിയാവിൽ നീ നല്ല സുന്ദരികളുടെ മാംസതലമാകുന്ന ശരീരഭാഗങ്ങൾ തേടിപ്പോയവനല്ലേ, എന്നെ കൊണ്ട് കഴിപ്പിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര സംഭവമാണ് ഖബർ. ദുനിയാവിൽ നമസ്കരിക്കാതിരുന്നവൻ, കൃത്യമായി നമസ്കാരങ്ങളെ ചിട്ടവെക്കാതിരുന്നവൻ ഖബറിലെത്തുമ്പോൾ ശിക്ഷയാണ്. പാറക്കല്ല് കൊടുത്ത് കൈകൊണ്ട് തലയിലിടിച്ച് പൊട്ടിച്ച് രക്തം ചീന്തി മരിക്കും. വീണ്ടും റൂഹ് മടക്കി കൊടുക്കും. വീണ്ടും അവൻ അതേപോലെ തന്നെ തല പൊട്ടിച്ചു, വീണ്ടും പൂർവ്വരി ഭംഗിയായിട്ട് വീണ്ടും അതേപോലെ റൂഹിലിട്ട് കൊടുത്തു, വീണ്ടും തല പൊട്ടിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയ വേദന ഇങ്ങനെ തിന്നിരിക്കുക എവിടം വരെ, ഖിയാമത്ത് വരെ, സൂറന്ന കാഹളത്തിൽ ഊന്ന് വരെ. ഊതിക്കഴിഞ്ഞാലോ പിന്നെ ശിക്ഷ കഴിഞ്ഞില്ല. ഖബറിലുള്ള ശിക്ഷ മാത്രമല്ല പൊന്നമോനെ, നാളെ ആഖിറത്തിലെത്തുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ആദ്യമായി ഹിസാബ് ഇടുന്നത് നമസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.